അങ്ങോട്ട് നോക്ക്. ചില നിർണായക വെളിപ്പെടുത്തലുകളുമായി നമ്മുടെ കിച്ചു സുധി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ, ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതാണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നി. അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. രേണു നോക്കിയല്ലേ, എന്നെ നോക്കിയത് എന്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും. എന്നെ നോക്കിയത് മുഴുവനും അച്ഛന്റെ വീട്ടുകാരാണ്. രേണു തന്നെ നോക്കിയിട്ടില്ല എന്ന് തന്നെ ഇവിടെ കിച്ചു തറപ്പിച്ച് പറയുന്നത്. എന്നിട്ടാണ് രേണു പല ഇന്റർവ്യൂകളും വന്നിരുന്നിട്ട് എനിക്ക് കിച്ചു മോനെ പോലെയാണ്, അല്ലല്ല എന്റെ മോനാണ് എന്നൊക്കെ തട്ടിവിടുന്നത്. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. പറഞ്ഞ ആള് തന്നെ കിച്ചുവിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇന്റർവ്യൂവിൽ വന്നുള്ള തട്ടിവിടൽ മാത്രം. ആ റേഷൻ കടയിൽ ചീഞ്ഞരിയുടെ വിലയല്ലേ, കുഴപ്പമില്ല. എനിവേ, കിച്ചുവിനെതിരെ ഇപ്പൊ നിലവിൽ ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട്. അല്ലേ, കിച്ചു ഒരിക്കലും മദ്യപിച്ച് വാഹനം ഓടിച്ച് പോലീസ് പിടിച്ചു, കേസായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് മുഴുവനും രേണു സുധിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കിച്ചുവിന് രേണുവിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ആരോപണങ്ങൾ രേണുവിനെതിരെ വന്നിട്ടും കിച്ചു മിണ്ടാതിരിക്കുന്നത്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം, എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. രേണുവുമായിട്ടുള്ള തന്റെ റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ല എന്നുള്ളതാണ് കിച്ചൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.